സ്നേഹമുള്ളവരെ, ഞാൻ വർഗീസ് കരിപ്പേരി അച്ഛൻ തൃശ്ശൂർ അതിരൂപതാംഗമാണ്. ഇപ്പോൾ വൈദികനായിട്ട് 36 വർഷം കഴിഞ്ഞു. 1988 ഞാൻ വൈദികനായത്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതെനിക്കൊരു ശക്തി കേന്ദ്രമാണ്. വിശുദ്ധ കുർബാനയെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്നേഹത്തിൻ്റെ ബോംബായിട്ടാണ്. ഇപ്പോൾ പലയിടത്തും പലതരം ബോംബുകളും മിസൈലുകളും വർഷിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ 2000 വർഷം മുമ്പ് കാൽവരിയിൽ നടന്ന സൂപ്പർ ഡൈനാമിക് ലവ് ബോംബ്, അതാണ് വിശുദ്ധ കുർബാന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശുദ്ധ കുർബാനയിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് സേവന വീതിയിലൂടെ കർമ്മരംഗത്തിലൂടെ സന്തോഷപൂർവം ഈ 36 വർഷം കടന്നുപോയതിൻ്റെ ചിന്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സ്നേഹ ബോംബ്, ബി എ ലവ് ബോംബ്, ലെറ്റ് ഇറ്റ് എക്സ്പ്ലോഡ്, നോട്ട് ടു കിൽ ബട്ട് ടു ഹീൽ ദ ബ്രോക്കൺ ഹാർട്ട്സ്. മറ്റുള്ളവരുടെ മുറിവുകൾ ഉണക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ബോംബായി എൻ്റെ ജീവിതം മാറട്ടെ എന്ന ചിന്തയോടെ വിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടിയ ചൈതന്യവുമായി 1986 മാർച്ച് മാസത്തിലെ കേരളത്തിലെ എല്ലാ തടവറകളിലേക്കും ഒരു തീർത്ഥാടനം നടത്തി. അതിനുള്ള ശക്തി ലഭിച്ചത് വിശുദ്ധ ബലിയിൽ നിന്നാണ്, വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. അവിടെ ആ കേരളത്തിലെ ജയിലുകളിൽ കയറിയിറങ്ങിയപ്പോൾ സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ ഈശോയുടെ വചനം വലിച്ചെടുക്കുകയായിരുന്നു തടവറ മക്കൾ. അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്: നന്നായി ജീവിക്കാൻ ആഗ്രഹമുണ്ടച്ചാ, ഒരു ചാൻസ് തരാമോ? ഈശോയ്ക്ക് മാത്രമേ അത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ ദിവ്യബലിയിൽ നിന്ന് കിട്ടിയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തടവറ മക്കൾക്കൊരു ജീവിതം കൊടുക്കാൻ പരിശ്രമിച്ചതിൻ്റെ ഒരു കഥയാണ് ജീസസ് ഫ്രറ്റേണിറ്റി അഥവാ പ്രിസൺ മിനിസ്ട്രി ഇന്ത്യ. ഇന്ത്യയിൽ ഇന്ന് 7000-ഓളം വോളണ്ടിയേഴ്സ് ഈ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 1400-ഓളം ജയിലുകളിലായി ഏകദേശം 7 ലക്ഷം തടവറ മക്കൾക്ക് ദിവ്യകാരുണ്യനാഥൻ ആശ്വാസം പകരുന്നതിൻ്റെ ചരിത്രമാണ് ഈ തടവറ പ്രേക്ഷിത പ്രവർത്തനം പ്രിസൺ മിനിസ്ട്രി ഇന്ത്യ. ഇതിനുള്ള ചൈതന്യം സ്വീകരിച്ചത് വിശുദ്ധ ബലിയിൽ നിന്നാണ്. വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴൊക്കെ ഈശോയുടെ സ്നേഹവിസ്ഫോടനമായിട്ടാണ് ആ ബലി ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ജീവനുണ്ടാകാനും, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നത് ഇവിടെ പ്രാവർത്തികമാകുകയാണ്. സമൃദ്ധമായ ജീവൻ, തടവറ മക്കളിലെ നിരാശയും അസ്വസ്ഥതകളും പ്രതികാര ചിന്തകളും എടുത്തു മാറ്റി അവരെ പുതിയ മനുഷ്യരാക്കി തീർക്കുന്ന ഒരു പുതിയ സ്നേഹവിപ്ലവമായിരുന്നു പ്രിസൺ മിനിസ്ട്രി ഇന്ത്യ. പോക്കറ്റടിയിൽ 25 വർഷം പോക്കറ്റടിയിൽ ജൂബിലി ആഘോഷിച്ച ഒരുത്തൻ ഇന്ന് സുന്ദരമായിട്ട് കുടുംബജീവിതം നയിക്കുന്നുണ്ട് എങ്കിൽ, എല്ലാവിധ മയക്കുമരുന്നുകളും മദ്യപാനവും നടത്തിയിരുന്ന ആ വ്യക്തി ഇന്ന് ഈശോയുടെ ഒരു കുഞ്ഞാടായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് തടവറ പ്രേക്ഷിത പ്രവർത്തനം മൂലമാണ്. അതെ, സ്നേഹത്തിൻ്റെ വിസ്ഫോടനം ഇന്നും അത് ദിവ്യബലിയിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആവേശം, അതെ, ഓരോ ദിവസവും ബലിയർപ്പിക്കുമ്പോൾ ഈശോയെക്കുറിച്ച് പറയുക. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ തിരുവചനത്തിൽ പറയുന്ന അവൻ അതിരാവിലെ ഉണർന്നെണീറ്റ് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവൻ അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതേ ചിന്തയല്ലേ ഓരോ പ്രഭാതത്തിലും വിശുദ്ധ ബലിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്? കർമ്മരംഗത്ത് സ്നേഹവിസ്ഫോടനം നടത്താൻ വിശുദ്ധ ബലി എന്നെ പ്രാപ്തനാക്കുന്നു. ഇതാണ് വിശുദ്ധ ബലിയിലൂടെ ഞാൻ അനുഭവിക്കുന്ന ഈശോ. ഇതാണ് ഈശോയുടെ ആ വലിയ ശക്തിയും ചൈതന്യവും. എൻ്റെ ജീവിതത്തിൽ 36 വർഷം ഞാൻ അനുഭവിച്ചത് വിശുദ്ധ ബലി ഒരു സ്നേഹ വിസ്ഫോടനമാണ്. ആത്മബലിയ
അർപ്പിക്കാനായി ഞാൻ വരുന്നു. എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. ലത്തീൻ കുർബാനയിൽ കുർബാന അവസാനിക്കുമ്പോൾ അവിടെ ഒരു നന്ദി സൂചകമായിട്ട് അവർ പറയുന്നത് മാസ് ഈസ് എൻഡഡ്, ഗോ ഇൻ പീസ്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ചിന്ത മാസ് ഈസ് ബിഗൺ, ഗോ ആൻഡ് സെർവ് ദ ലോഡ്. ഗോ ഇൻ പീസ്. പീസ് ഉള്ളിടത്ത്, സമാധാനമുള്ളിടത്താണ് എപ്പോഴും സേവനം ഉടലെടുക്കുക. ആ സേവനത്തിൻ്റെ പ്രതീകമായി 2016 സെപ്റ്റംബർ 5 മദർ തെരേസായെ വിശുദ്ധ എന്ന് റോമിൽ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ കുരിയച്ചിറയിൽ അരങ്ങേറിയ മദർ തെരേസയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം നടന്നു. ഈ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിച്ച് സമൂഹത്തിൽ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന 500 ആകാശപ്പറവകളെ തൃശ്ശൂർ പരിസര പ്രദേശങ്ങളിൽ നിന്ന് കുരിയച്ചിറ ഇടവകക്കാർ അവിടെ 42 നല്ല കാറുകളിൽ ആ മക്കളെ ഇരുത്തി പള്ളിയുടെ നടുക്ക് ഇറക്കിയപ്പോൾ ആവേശത്തോടെ മദർ തെരേസായെ മാലയിട്ട് സ്വീകരിക്കുന്നത് പോലെ ആ മക്കളെ മാലയിട്ട് സ്വീകരിച്ച് മദർ തെരേസായെ ഉമ്മ വയ്ക്കുന്നത് പോലെ ആ മക്കളെ ഉമ്മ വെച്ചതിൻ്റെ ഓർമ്മ ഞാൻ ഇന്നും അനുസ്മരിക്കുകയാണ്. അതെ, വിശുദ്ധ ബലിയിൽ നിന്ന് കർമ്മമണ്ഡലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴുള്ള അത്ഭുതം. അവരെ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുമ്പോൾ അവർക്കതൊരു അനുഭവമായിരുന്നു. അതിനുശേഷം അവർക്ക് പ്രഭാത ഭക്ഷണം നൽകി. അതിനുശേഷമാണ് അവർ വീടുകളിലേക്ക് കൊണ്ടുപോയി അവരുടെ തലമുടി വെട്ടുകയും ഷേവ് ചെയ്യുകയും പുതിയ വസ്ത്രങ്ങൾ നൽകുകയും ചെയ്തത്. പിന്നീട് അവർ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു. അത് ഒരു സമ്പൂർണ്ണ ബലിയായിരുന്നു. അതോടുകൂടി കുരിയച്ചിറ ഇടവക ഉദാരതയുടെ ഒരു കർമ്മരംഗമായി മാറി. മറ്റുള്ളവർ എൻ്റെ സ്വന്തമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുള്ള വലിയ പ്രഖ്യാപനമായിരുന്നു. അതിനുവേണ്ട ശക്തിയും ഊർജവും ലഭിച്ചത് വിശുദ്ധ ബലിയിൽ നിന്നാണ്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിനെന്ന് ഈശോ പറയുമ്പോൾ, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, എനിക്ക് വസ്ത്രം നൽകി. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടു. ഈ തിരുവചനത്തിൻ്റെ അഭിഷേക ശക്തി അന്നത്തെ ആ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. മാനുഷികതയിൽ നിന്ന് ദൈവികതയിലേക്കുള്ള വളർച്ച, അതാണ് വിശുദ്ധ ബലിയിൽ നടക്കേണ്ടത്, നടക്കുന്നത്. സ്നേഹമുള്ളവരെ, അതെ, കർമ്മരംഗങ്ങളിൽ സ്നേഹവിപ്ലവം സൃഷ്ടിക്കാൻ ശക്തി പകരുന്നത് മദർ തെരേസ പറയുന്നത് പോലെ വിശുദ്ധ കുർബാനയാണ്. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. പീച്ചി ഡാമിനടുത്ത് ഉള്ള സ്ഥലമാണ് കണ്ണാറ സെൻറ്റ് ജോസഫ് ഇടവക. ഇവിടെ ബലി അർപ്പിക്കുമ്പോൾ എപ്പോഴും ഈശോയുടെ പെസഹ ഭക്ഷണം ഓർമ്മ വരാറുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-ാമത്തെ തിരുവചനത്തിലെ പുതിയ ഉടമ്പടി, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ഈശോയുടെ ആ ചിന്തയോടുകൂടി തന്നെയാണ് ഇവിടെ ബലിയർപ്പണം അരങ്ങേറുന്നത്. ആ ബലിയർപ്പണത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വലിയ ആത്മീയ ചൈതന്യമുണ്ട്. ആ പെസഹ ഭക്ഷണം എനിക്ക് ആത്മീയമായ ഊർജം, അതുപോലെ തന്നെ ശാരീരികമായ വലിയ അഭിഷേകം, ഇതെല്ലാം
ലഭിക്കുന്നു. ആ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം എല്ലാവരും ശാന്തമായിരിക്കുമ്പോൾ പറയും, യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. ഇതെല്ലാം വിശുദ്ധ ബലിയുടെ അനുഭവങ്ങളാണ്. വിശുദ്ധ ബലി ഒരു അത്താഴമാണ്, ഭക്ഷണമാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് ഈ ഭക്ഷണത്തിൻ്റെ അതുല്യമായ ശക്തി ഇടവക മക്കൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി കരുതൽ സ്പർശം 2025 ഈ ഓഗസ്റ്റ് 15-ാം തീയതി നിങ്ങൾ ആഘോഷിക്കുകയുണ്ടായി. പരിശുദ്ധമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിൽ ഈ കണ്ണാറ ഇടവകയിലെ ഇടവക മക്കൾ 1200 പൊതിച്ചോറുകളുമായി 25 സ്നേഹ സദനങ്ങളിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി. 3 മണിക്കും 4 മണിക്കും എഴുന്നേറ്റ് കൊന്തയെത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ആ ഭക്ഷണം പാകം ചെയ്തത്. വർഷങ്ങളായി ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി പാകം ചെയ്യുന്ന അമ്മച്ചിമാര് കർത്താവിനും മക്കൾക്കും വേണ്ടി പാകം ചെയ്തതിൻ്റെ സന്തോഷവും അനുഗ്രഹവും അടുക്കള വിശുദ്ധീകരണ യജ്ഞം പോലെ അത് കൊണ്ടാടിയപ്പോൾ അതൊരു അനുഭവമായി മാറി. ഈ 1200 പൊതിച്ചോറുകൾ അത് കാരുണ്യത്തിൻ്റെ ഒരു വലിയ വിസ്ഫോടനം തന്നെയായിരുന്നു. അത് സ്നേഹവിസ്ഫോടനമായിരുന്നു. അതിന് ഊർജവും ശക്തിയും ലഭിച്ചത് ഈശോയുടെ ഈ അൾത്താരയിൽ നിന്നാണ്. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ ആത്മീയ ഊർജമുണ്ട്. അതാണ് കർമ്മരംഗങ്ങളിൽ സ്നേഹവിസ്ഫോടനം നടത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. മറ്റുള്ളവരെ പരിഗണിക്കുകയും ആദരിക്കുകയും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുക എന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഇതാണ് ദിവ്യകാരുണ്യം. ഓൾ ഫോർ ജീസസ് ത്രൂ മാസസ് ആൻഡ് മേരി. എല്ലാം ഈശോയ്ക്ക് വേണ്ടി വിശുദ്ധ ബലിയിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ. വിശുദ്ധ ബലി ഒരു സ്നേഹ വിസ്ഫോടനമാണ്. ഈശോയുടെ മഹാജൂബിലി വർഷത്തിൽ പുതിയൊരു സംരംഭം തുടങ്ങണമെന്ന ചിന്തയോടെ 1999 ഒരു വർഷം പ്രാർത്ഥനയ്ക്കായി ചിലവഴിച്ച് ശക്തി നേടി 2000-ാം ആണ്ടിൽ ജനുവരി 1 മുതൽ കയ്യിൽ ഒരു കാശും വയ്ക്കാതെ ഒരു തീർത്ഥാടനമായി തെരുവോരങ്ങളിലൂടെ യാത്ര ചെയ്തു. അതിൽ തൊഴിലാളികളുണ്ടായിരുന്നു, ഡ്രൈവർമാരുണ്ടായിരുന്നു. അപ്പോഴാണ് മാർ തോമസ് ചക്യാത്ത് എന്നോട് പറഞ്ഞത്, അച്ഛാ, നമ്മൾ ഡ്രൈവർമാരെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയാൽ അവരിലുള്ള അതുല്യമായ ശക്തി സമൂഹത്തിൽ വലിയ നന്മകൾ ഉളവാക്കുമെന്നുള്ളത്. അങ്ങനെയാണ് 2000 മാർച്ച് 11-ാം തീയതി നെടുമ്പാശ്ശേരിയിലെ ഡ്രൈവർമാരുടെ ഇടയിൽ, ടാക്സി ഡ്രൈവർമാരുടെ ഇടയിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ് സാരഥി. നിങ്ങളുടെ ജോലി എന്തു തന്നെയായാലും അത് മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കൊളോസിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, 3-ാം അധ്യായം 23-ാമത്തെ വാക്യം, ജോലി ഒരിക്കലും കാശിന് വേണ്ടി എന്നതിനേക്കാൾ അതൊരു സേവനമാണ്, അതൊരു ശുശ്രൂഷയാണ് എന്ന ചിന്ത അത് സമൂഹത്തിൽ കിട്ടിയാൽ വലിയ അനുഗ്രഹമാണ്. എപ്പോഴും എന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന ഈ ലോകത്ത് എന്തു കൊടുക്കുമെന്ന ചിന്തയാണ് ഒരു ജോലി സേവനമായാൽ, ശുശ്രൂഷയായാൽ സംഭവിക്കുന്നത്. അവിടെ ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട്, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഈ ഒരു ചിന്ത
ടാക്സി ഓട്ടോ ഡ്രൈവർമാർക്ക് കൊടുക്കാൻ വേണ്ടി തുടക്കം കുറിച്ച സാരഥി പ്രവർത്തനം ഇന്ന് കേരളത്തിലെ എല്ലാ ബിഷപ്പ് KCBCയുടെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നത്. ഒത്തിരി സ്ഥലങ്ങളിൽ ഡ്രൈവർമാരെ വളരെ കാശിനേക്കാൾ ഉപരിയായി സേവന സന്നദ്ധരായി ഈ കർമ്മരംഗത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരു ഓട്ടോ ഡ്രൈവറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷിൻഡോ, അവൻ ഓട്ടോറിക്ഷയിൽ നിന്ന് കിട്ടുന്ന സംഖ്യയിൽ തനിക്ക് കിട്ടുന്നതിൽ ദശാംശം മാറ്റിവെക്കും. അതൊരു 2000-2500 രൂപയോളം ഉണ്ടാകും. അവൻ ഇങ്ങനെയുള്ള കുറച്ച് പേരെ കൂട്ടിച്ചേർത്ത് തുടങ്ങിയതാണ് ദശാംശ കൂട്ടായ്മ. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച അവർ കടന്നു ചെല്ലുന്നത് തളർന്നു കിടക്കുന്ന വ്യക്തികളിലേക്കാണ്. കുടുംബനാഥന്മാർ തളർന്നു കിടക്കുന്ന 20 കുടുംബങ്ങളിലേക്ക് അവർ ചെന്ന് തങ്ങൾക്ക് കിട്ടുന്നത് എല്ലാം പങ്കുവയ്ക്കും. കഴിഞ്ഞ പ്രാവശ്യം അവർ പങ്കുവച്ചത് 6400 രൂപയാണ് 20 പേർക്ക്. 1,34,000 രൂപ അവർക്ക് ലഭിച്ചു. അതവർ പങ്കുവച്ചു. അത് ഒരു ഡ്രൈവർ സഹോദരനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. എന്തുമാത്രം നന്മകളാണ് ഡ്രൈവർ സുഹൃത്തുക്കൾക്ക് ചെയ്യാൻ സാധിക്കുക. എന്താണ് ഇവിടെ സാധാരണ നടക്കുന്നത്? ഒരു ഓട്ടം പോയി, എത്ര കാശാന്ന് ചോദിച്ചു, അത് മേടിച്ചു, സഞ്ചിയിലിട്ടു, പോയി. അതേസമയം ആ കാശ് തരുമ്പോൾ താങ്ക് യു മാഡം, താങ്ക് യു സാർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പുതിയ സംസ്കാരമാണ്, സംതൃപ്തിയുടെ അനുഭവമാണ്. അതുപോലെ ഓട്ടോറിക്ഷയിലോ കാറിലോ യാത്ര ചെയ്യുന്നവർ ഇറങ്ങിപ്പോകുമ്പോൾ താങ്ക് യു സഹോദര എന്നൊന്ന് പറയാൻ സാധിച്ചാൽ അതൊരു പുതിയ സംസ്കാരമാണ്. വിശുദ്ധ ബലിയിൽ നിന്നാണ് ഇങ്ങനെയുള്ള പുതിയ പുതിയ കർമ്മരംഗങ്ങൾ ഉത്ഭവിക്കുന്നത്. വിശുദ്ധ ബലിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം. സ്നേഹത്തിൻ്റെ വിസ്ഫോടനത്തിന് വേണ്ടി ഊർജം സംഭരിക്കലാണ് വിശുദ്ധ ബലി. ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിലിൽ വന്നു മുട്ടുന്ന നേരം. ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിലിൽ വന്നു മുട്ടുന്ന നേരം. അറിയുക, അനുഭവിക്കുക, അനുഗമിക്കുക, ആഹ്ലാദിക്കുക. ഇതാണ് സക്കേവൂസ് ചെയ്തത്. ആഗ്രഹിച്ചു, ഈശോയെ കാണാൻ ആഗ്രഹിച്ചു, ഈശോയെ അറിഞ്ഞു. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഈശോയെ അനുഭവിച്ചു. ഇന്ന് നിന്റെ വീട്ടിൽ ഭക്ഷണം. ഈശോയെ അനുഗമിച്ചു. എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആഹ്ലാദിച്ചു. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഈ ഒരു അനുഭവ ശക്തിയാണ് വിശുദ്ധ ബലിയിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടത്. നിരാലംബരായി നിരാശപ്പെട്ട് കഴിയുന്നവരുടെ അടുക്കലേക്ക് അടുത്തു ചെന്ന് സഹോദരനെ പോലെ സംസാരിച്ചുകൊണ്ട് അവരെ ആത്മഹത്യയിൽ നിന്നും അവരെ നിരാശയിൽ നിന്നുമെല്ലാം ഒരു പുതുജന്മത്തിലേക്ക് കൊണ്ടുവരാൻ തൊഴിലാളി സുഹൃത്തുക്കൾ പരിശ്രമിക്കുന്നതിൻ്റെ ചരിത്രമാണ് ശാന്തി സമാജ്. ഒരു മാത്യു ചേട്ടൻ, അതെ, വീട്ടിൽ വഴക്കുകൂടി റെയിൽവേ പാളത്തിലെ കാതോർത്ത് ട്രെയിൻ വരുന്നതിൻ്റെ ശബ്ദവും ഓർത്ത് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ട് പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ പിന്നെ തലവയ്ക്കാൻ തോന്നുന്നില്ല. വഴിയോരങ്ങളിലേക്ക് നടന്നു. അവിടെ വെച്ച് ശാന്തിദൂതരെ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് പ്രതീക്ഷ പകർന്നു കൊടുത്തു, ജോലി കൊടുത്ത് വളരെ മനോഹരമായി കുടുംബവുമായി ഒന്നിച്ച് ജീവിക്കുന്നു. ഇതാണ് ശാന്തി സമാജ്. ശാന്തി മദർ സമാജ്, ശാന്തി സമാജിൽ നിന്ന് മറ്റൊരെണ്ണാണ് ശാന്തി മദർ സമാജ്. കോവിഡ് കാലത്ത് ഭർത്താക്കന്മാരെ മരിച്ച് നിരാലംബരായ സ്ത്രീകൾ, അവർക്ക് ആരുമില്ലാത്ത അവസ്ഥ, നിരാശപ്പെട്ട കഴിയുന്ന ആ മക്കൾക്ക് അവരെ കൂട്ടിയോജിപ്പിച്ച ഒരു പ്രോഗ്രാമാണ് ശാന്തി മദർ സമാജ്. അതിൽ ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകൾ വരും, അവരവരുടെ വേദനകൾ പങ്കുവയ്ക്കും, സന്തോഷം പങ്കുവയ്ക്കും. ഒരു കൂട്ടായ്മയിൽ അവർ ഒന്നിച്ചേർന്നു. ആ വരുമ്പോൾ അവരിൽ പലർക്കും സ്വന്തം വീടുകൾ ഉണ്ടായിരുന്നില്ല, വാടക വീടുകളായിരുന്നു. അവർക്ക്
മിക്കവാറും എല്ലാവർക്കും തന്നെ ഓരോ സ്വന്തം വീടുകളുന്നുണ്ട്. പലർ വഴി അവർക്ക് സ്ഥലം കിട്ടി, വീടുകൾ കിട്ടി. വളരെ സന്തോഷത്തോടെ അവിടെ മക്കൾ വളരെ സുന്ദരമായിട്ട് ഡോക്ടറേറ്റിനൊക്കെ പഠിക്കുന്ന മക്കൾ, അതെ, പരസ്പരം പങ്കുവെച്ചുകൊണ്ട് മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് വളരാനും വളർത്താനുമുള്ള ചൈതന്യമാണ് വിശുദ്ധ ബലിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇവിടെ അർപ്പിക്കുന്ന ബലിയിലെ വെറും ഒരു അപ്പമല്ല, ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഈശോയാണ് സന്നിഹിതനാകുന്നത് എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പിശാചുക്കൾക്കാണ്. ചാത്താൻ സേവ, അവരുടെ വർഷിപ്പ്, ചാത്താൻ വർഷിപ്പ് നടത്തുന്നവർക്ക് ആവശ്യമുള്ളത് വിശുദ്ധ കുർബാനയാണ്. ഒരുത്തൻ ഇത് വിശുദ്ധ കുർബാനയാണ് എന്ന് പറഞ്ഞ് സാധാരണ ഒരു ഓസ്തി കൊണ്ടു ചെന്നപ്പോൾ അവരെ എല്ലാവരും കൂടി അവനെ മർദ്ദിച്ച അവസരം. അതേസമയം വിശുദ്ധ കുർബാന എന്താണെന്ന് കൃത്യം അറിയാവുന്നത്, അതവർക്കറിയാം. വിശുദ്ധ കുർബാനയുടെ ശക്തി, അതിനെയാണ് അവരെ നശിപ്പിച്ച് ആ പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് എല്ലാവരും കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഗോതമ്പപ്പം പോലെ അല്ലെങ്കിൽ വെറും വീഞ്ഞു പോലെ കാണാതെ അത് വിശുദ്ധ കുർബാനയാണ്, ഈശോയുടെ തിരുശരീര രക്തങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവർക്ക് അതിൻ്റെ വലിയ ശക്തിയും ചൈതന്യവും ലഭിച്ചിട്ടാണ് ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. ചിലർക്കെങ്കിലും അത് മനസ്സിലാവില്ല. പള്ളിയുടെ ഏറ്റവും ബാക്കിൽ നിന്ന് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കടന്നു പോകലല്ല, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കലാണ്. വിശുദ്ധ ബലിയിൽ പൂർണ്ണമായി സമർപ്പിക്കലാണ് ചൈതന്യം, ശക്തി. അവിടെയാണ് സ്നേഹവിസ്ഫോടനം. സ്നേഹമുള്ളവരെ, എൻ്റെ 36 വർഷത്തെ ജീവിതത്തിലെ വിശുദ്ധ കുർബാന ഒരു വലിയ ശക്തിയായിരുന്നു, മഹാ അത്ഭുതമായിരുന്നു. 4ാം ക്ലാസ്സിലെ സിസ്റ്റർ എനിക്ക് പഠിപ്പിച്ചെന്ന ഒരു സുഹൃതീയമാണ് ഓൾ ഫോർ ജീസസ് ത്രൂ മാസസ് ആൻഡ് മേരി. അന്ന് എനിക്കതിൻ്റെ അർത്ഥം ഒന്നും അറിയില്ലായിരുന്നു. ഇന്ന് ശരിക്കും അറിയാം. വിശുദ്ധ ബലിയിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്ന തുല്യമായ ശക്തിയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് ഞാൻ തിരിച്ചറിയുന്നു. വിശുദ്ധ ബലി ഒരു അത്ഭുതമാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയെ നമുക്ക് സ്നേഹിക്കാം. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിക്കാം. കർമ്മരംഗങ്ങളിൽ സ്നേഹവിസ്ഫോടനം നടത്താം. അങ്ങനെ ജീവിതം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു അനുഭവമായി തീരട്ടെ. ഏവർക്കും വിശുദ്ധ കുർബാനയുടെ അഭിഷേകവും കൃപകളും നേർന്നുകൊണ്ട് ആമേൻ. ആഗതനായവൻ വിളിച്ചിടും